അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവർ. ഖുറാത്തങ്ങളുടെ മരണം സുന്നി കേരളത്തിന് വല്ലാത്തൊരു വേദനയാണ്. അതോടൊപ്പം തന്നെ അതൊരു വലിയ വിവാദവുമായിട്ട് മാറ്റിയിരിക്കുകയാണ്. രണ്ട് മൂന്ന് കാരണങ്ങളാണ്. ഒന്ന്, ഖുറാത്തങ്ങളുടെ മരണത്തെ തുടർന്ന് സുപ്രഭാതം പത്രത്തിൽ വെറുമൊരു ചരമക്കോളത്തിലാണ് ആ വാർത്ത വന്നത് എന്നുള്ളത്. സുപ്രഭാതത്തിനെയും അതുമായി ബന്ധപ്പെടുന്ന സമസ്തയുടെ ആളുകളെയും സ്നേഹിക്കുന്ന ഒരാളെന്ന നിലക്ക് ഒരു വേദനയോടുകൂടി ഞാൻ അത് പങ്കുവച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഒരുപാട് ആളുകൾ ഈ നേരത്തെ സിറാജ് പത്രത്തിലും ഇതേപോലെ തന്നെയാണ് കെ വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാർ മരിച്ചപ്പോൾ, സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന അസ്ഹരി തങ്ങൾ മരിച്ചപ്പോൾ, അതേപോലെ മറ്റു പലരും മരണപ്പെട്ടപ്പോഴൊക്കെ ചരമക്കുളത്തിലാണ് അവരും വാർത്ത കൊടുത്തിരുന്നത് എന്നൊക്കെ പറയുണ്ടായി. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു 6 മിനിറ്റ് ആകുമ്പോൾ ഞാൻ ആ കാര്യം പറയുന്നുണ്ട്. സിറാജ് പത്രത്തിലും ഒരു പക്ഷേ മേ ബി ഇതുപോലെ ആയിരിക്കാം. കാരണം ഞാൻ ഇതിന് മുൻപ് മരണപ്പെട്ട ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളെക്കുറിച്ച് അറിയാത്തത് കൊണ്ട്, ആ പത്രം വായിക്കാത്തത് കൊണ്ട് പറഞ്ഞിരുന്നു. എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചത് ഇതിന് വിശദീകരണമായിട്ട് ഖുറാത്തങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ പലരും എഴുതിയ എഴുത്തുകൾ സോഷ്യൽ മീഡിയയിൽ കാണുണ്ടായി. എൻ്റെ വീഡിയോയിൽ തന്നെ അത് കമൻ്റായിട്ട് സൽമാൻ അസ്ഹരി എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ആ എഴുത്ത് വരുന്നത്. എനിക്കെന്നെ വാട്സപ്പിൽ ഒരുപാട് പേര് എനിക്കത് അയച്ചു തന്നു. നമുക്ക് താല്പര്യമില്ലാത്ത ഒരു സംഘടനയിലെ ഒരു തങ്ങളോ അല്ലെങ്കിൽ പണ്ഡിതനോ ആണെങ്കിൽ എന്തിനാണ് അതിനെ ആക്ഷേപിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ എനിക്ക് തോന്നി, നമുക്ക് സംഘടനാപരമായിട്ട് വിയോജിപ്പുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആശയപരമായിട്ട് വിയോജിപ്പുകളുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഈ രണ്ട് കൂട്ടരും സുന്നത്ത് ജമാഅത്ത് തന്നെയല്ലേ? അപ്പോൾ ആ ഒരു 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 പ്രതിപക്ഷ ബഹുമാനം എന്താണ് ഇല്ലാതെ പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ ഖുറാത്തങ്ങൾക്ക് മതപരമായിട്ട് ഖാദിയാകാൻ യോഗ്യതയില്ല, പണ്ഡിതനാണോ, അതേപോലെ പഠിച്ച മതസ്ഥാപനങ്ങളോ അദ്ദേഹത്തിൻ്റെ മതബിരുദമോ വ്യക്തമാക്കാമോ, ഉസ്താദ് ആരാണ്, ഈ രീതിയിലൊക്കെ അദ്ദേഹത്തിനെ പരിഹസിക്കുന്നതാണ് സത്യത്തിൽ ആ ഒരു കുറിപ്പിലുണ്ടാകുന്നത്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടാൻ, അള്ളാഹു ഒരാൾക്ക് ദറജ കൊടുക്കാൻ അതിന് മതബിരുദം വേണമെന്നുണ്ടോ? അതിന് ഒരുപാട് അറിവുകൾ വേണമെന്നുണ്ടോ? അതൊരു മാനദണ്ഡമാണോ? ഇത് ശരിക്ക് ആത്മീയതയെക്കുറിച്ച് പഠിച്ച ഒരാൾ, അറിവുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങൾ പറയില്ല. പിന്നെ അതിൽ സാധാരണയായിട്ട് പ്രചരിപ്പിച്ച ഒന്നാണ്, എൻ്റെ വീഡിയോയുടെ ഒരു 6 മിനിറ്റും 43 സെക്കൻഡിൻ്റെയും ഒരു ഭാഗം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. ആ ഒരു വീഡിയോയിൽ ഏറ്റവും എനിക്ക് ഞെട്ടിച്ചു കളഞ്ഞത്, ഞാനതിൽ ഈ സുപ്രഭാതം പത്രത്തിൽ തങ്ങളുടെ വാർത്ത വെറും ഒരു ചരമക്കോളത്തിലെ ലോക്കൽ വാർത്തയായിട്ടാണ് വന്നത്. ചരമക്കോളം നമുക്കറിയാം 2 പാർട്ടായിട്ട് ഉണ്ടാവുക. ആ ഒരു ദിവസം മരണപ്പെട്ട പ്രധാന വ്യക്തികളുടെ ചരമങ്ങൾ പ്രത്യേക കോളത്തിലും സാധാരണ മനുഷ്യരുടേത് ഇങ്ങനെ വേറൊരു കോളത്തിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ മനുഷ്യരുടെ മരണത്തിൻ്റെ കോളത്തിലാണ് ആ ഒരു വാർത്തയുണ്ടായത് എന്നുള്ളത് ഞാൻ സുപ്രഭാതത്തിനെയും അതിൻ്റെ അഹലുകാരെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. അതേപോലെ AP വിഭാഗത്തിൻ്റെ ആളുകളെയും അതേപോലെ സ്നേഹിക്കുന്ന, ഇതിലൊന്നും എനിക്കൊരു വിഭാഗീയത ഒന്നുമില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നൊരു പത്രം ഞാൻ മുമ്പും പറഞ്ഞതാണ്, സുപ്രഭാതം പത്രം വരുന്നുണ്ട്, മാതൃഭൂമി പത്രം വരുന്നുണ്ട്, റിസാലയും കൃത്യമായിട്ട് വരുന്ന ഒരാളാണ്. ഇതിന് മുൻപ് സുന്നത്താണ് വന്നിരുന്നത്. നമുക്ക് എല്ലാത്തിനോടും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് സുപ്രഭാതത്തിൽ ഇത്രയും വലിയൊരു മഹത്വമുള്ളൊരു തങ്ങളെക്കുറിച്ച് വളരെ ചെറിയ വാർത്ത വന്നതിൽ നമ്മളൊരു പരിഭവം പറഞ്ഞു. അവിടെ പോലും നമ്മൾ ആക്ഷേപം പറഞ്ഞില്ല. പക്ഷേ 6 മിനിറ്റിൻ്റെയും 43 സെക്കൻഡിൻ്റെയും വീഡിയോ ഒരു വിഭാഗം പ്രചരിപ്പിച്ചപ്പോൾ, സിറാജിലും മറുവിഭാഗത്തിൻ്റെ പണ്ഡിതന്മാർ മരിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം കൊടുക്കുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ടാണ് അത് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ്. മുൻപ് അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ എന്ന അത്തിപ്പറ്റ ഉസ്താദ് മരണപ്പെട്ടപ്പോൾ സിറാജ് പത്രത്തിലും ഇതേപോലെ ചരമക്കോളത്തിലാണ് കൊടുത്തത് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിയാണ്. അതേപോലെ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന വലിയ എഴുത്തുകാരനും അതേപോലെ ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളും എഴുത്തുകളുമൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു വലിയ റൈറ്റർ കൂടിയായ, ഇൻഡോ അറബിക് റൈറ്റർ കൂടിയായിരുന്നു അസ്ഹരി തങ്ങൾ, സമസ്തയുടെ പഴയ പ്രസിഡന്റ്. അദ്ദേഹം വഫാത്തായപ്പോഴും സിറാജ് പത്രം അത് കൊടുത്തത് ചരമ പേജിലാണ്. പക്ഷെ ഇത് ഈ 2 ഫോട്ടോയും ഞാൻ കണ്ടു. ഈ ചരമ പേജിലെ ഒരു പ്രത്യേക കോളത്തിലാണ് ഈ വാർത്തകൾ കൊടുത്തിരുന്നത്. വിശിഷ്ടമായ വ്യക്തികൾ മരണപ്പെടുമ്പോൾ ചരമ പേജിൽ ഇതേപോലെ ഒരു കോളത്തിൽ പ്രത്യേകം കൊടുക്കും. ഈ 2 മഹാന്മാർ മരിച്ചപ്പോഴും ചരമ പേജിലായിരുന്നെങ്കിലും അതിനൊരു ഒരു പ്രത്യേക കോളത്തിലാക്കാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിച്ചിരുന്നു. പക്ഷേ അതേപോലെ അത്തിപ്പറ്റ ഉസ്താദ് പോയപ്പോൾ സമസ്തയുടെ ആളുകൾ, കാന്തപുരം ഉസ്താദ് അടക്കമുള്ള ആളുകൾ ആ മരണ വീട് സന്ദർശിക്കുക പോലും ഉണ്ടായിരുന്നു. വെറും ഒരു സാധാരണ മനുഷ്യൻ്റെ ഒരു മരണത്തിൽ ഒതുക്കി സുപ്രഭാതം ആ ഒരു വേദന പങ്കുവെച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് വിശദീകരണമായിട്ട് ഈ ഖുറാത്തങ്ങളെ വളരെ മോശം രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന എഴുത്തുകളാണ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. അതെൻ്റെ വീഡിയോയിൽ തന്നെ വന്നതുകൊണ്ടാണ് എനിക്കൊരു സങ്കടം തോന്നി. ഇങ്ങനെയൊക്കെ നമുക്ക് ഭിന്നത ഇല്ലാത്തത് കൊണ്ട് നമുക്കത് കാണുമ്പോൾ ഒരു അത്ഭുതവും സങ്കടമൊക്കെയാണ്. പക്ഷേ ഈ ഒരു വിഭാഗീയത
നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ആൾക്കാർ മാത്രം നല്ലവർ, നിങ്ങളുടെ ആൾക്കാർ മാത്രം മോശക്കാർ എന്ന് തോന്നുക. അത് ആര് തോന്നിയാലും അത് ശരിയല്ല. അപ്പം അതിൽ ഈ ഒരു ഖുറാത്തങ്ങളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് എഴുതിയൊരു എഴുത്ത് ഇങ്ങനെയാണ്. ഈ ഒരു ആരാണ് ഖുറാത്തങ്ങൾ? AP വിഭാഗം സുന്നികളുടെ നേതാവായിരുന്ന സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഉള്ളാൾ തങ്ങൾ മരണപ്പെട്ട ശേഷമാണ് ഈ പേര് അധികം ആളുകളും കേട്ടിട്ടുണ്ടാവുക. ഉള്ളാൾ തങ്ങളുടെ മകനായ ഇദ്ദേഹത്തിലൂടെ ഉള്ളാൾ തങ്ങളുടെ വിടവ് നികത്താൻ AP വിഭാഗം രംഗത്തിറക്കുകയും അദ്ദേഹം ഖാദി ആയിരുന്ന ചില സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തെ ഖാദി ആക്കുകയും ചെയ്യും വരെ ഈ പേര് പലരും കേട്ടിരിക്കില്ല. പിന്നെ പ്രത്യേകം പറയാണ്, ഖുറാത്തങ്ങൾ മതപരമായി ഖാദിയാക്കാൻ മാത്രമുള്ള പണ്ഡിതനാണോ എന്നൊക്കെ ആ കാലം സജീവമായി ചർച്ച ചെയ്യുന്നത്. പിന്നെ അദ്ദേഹം പഠിച്ച മതസ്ഥാപനങ്ങളോ അദ്ദേഹത്തിൻ്റെ മതബിരുദമോ ഉസ്താദുമാർ ആരാണെന്നോ ഒക്കെ അന്ന് സംസാര വിഷയമായിരുന്നു. അതെന്ന് വെച്ചാൽ ഇതിനൊന്നും ആവാൻ അദ്ദേഹത്തിൽ ഇതൊന്നും ഇല്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പം അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ പറഞ്ഞത് എന്നൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. നമ്മളൊരാളെ തെറി വിളിച്ചിട്ട് അയ്യോ ഞാൻ തെറി പറഞ്ഞതല്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇത്. മറിച്ച് ചരമക്കോളത്തിൽ വാർത്ത നൽകിയത് സുപ്രഭാതത്തിന് നേരെ ഓരിയിടുന്നവർക്ക് അദ്ദേഹത്തെ പൊതുജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയ സാഹചര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തിയതാണെന്ന് മാത്രം. സുപ്രഭാതത്തെ വിമർശിക്കാൻ യോഗ്യതയില്ല എന്ന് പറയുന്ന ഒരു ഒന്ന് കണ്യാല മൂലയെ വ്യാജനാക്കി പ്രചരിപ്പിച്ചവരല്ലേ നിങ്ങൾ? ചോദ്യം ഒന്നതാണ്. മഹാൻ വഫാത്തായപ്പോൾ സിറാജ് പത്രത്തിൽ വന്ന വാർത്ത എവിടെയായിരുന്നു? കണ്യാല മൗല എന്ന് പറയുന്നത് വളരെ വലിയൊരു മഹാനായ ഒരു സൂഫി ഗുരുവാണ്. അദ്ദേഹത്തിനെ ചരമക്കോളത്തിൽ ഒതുക്കിയാലും പടച്ച റബ്ബിൻ്റെ കോളത്തിൽ വളരെ വലിയൊരു മഹാനാണ്. സിറാജ് പത്രത്തിൽ അത് വാർത്ത എങ്ങനെ വന്നു എനിക്കറിയില്ല. ഞാൻ സിറാജ് പത്രം വായിക്കാറില്ല, ഇതിൽ വായിച്ചിട്ടുമില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ അഭിമാനവും ശത്രുക്കളുടെ പേടി സ്വപ്നവുമായി നാട്ടിക ഉസ്താദ് വഫാത്തായപ്പോൾ ലഡു വിതരണം നടത്തിയ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എവിടെ ലഡു വിതരണം എനിക്ക് അറിഞ്ഞൂടാ. ലഡു വിതരണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് AP-ക്കാരുടെ മൊത്തം ഇതായിട്ട് മാറും. മുൻപ് ഒരു മുജാഹിദ് നേതാവ് മരണപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും AP വിഭാഗത്തിൽ ആരൊക്കെയോ ആഘോഷിച്ചത്രേ. അന്ന് എന്നോട് അടുപ്പമുള്ള കാന്തപുരം വിഭാഗം സുന്നികളുടെ നേതാവായ ഒരു പണ്ഡിതൻ പറഞ്ഞത് കാന്തപുരം അത് വളരെ ശക്തമായിട്ട് ശകാരിച്ചുകൊണ്ട് വിലക്കി എന്നാണ്. അതൊരിക്കലും ചെയ്യരുത് എന്ന രീതിയിൽ ഉസ്താദ് കാരണം ഒരാളുടെ മരണം അവരുടെ ആളുകൾക്ക് വേദനയാണ് എന്നുള്ളത് ഓർക്കേണ്ടതെന്നാണ് അന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. ഇങ്ങനെ ഇതിൽ AP EK എന്നുള്ളൊരു വിഭാഗീയതയ്ക്കൊന്നും പോണില്ല. ഞാൻ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു രണ്ട് കൂട്ടരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുക. സിറാജ് പത്രത്തിൽ ഈ കുറച്ചെങ്കിലും പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, മഹാന്മാർ ഏത് പണ്ഡിത സഭകളുടെ ആളുകളാവട്ടെ നമ്മൾ അവരെ ആദരവോടുകൂടി കാണാനാണ് ശീലിക്കുന്നത്. ഈ പത്രങ്ങളിലൊക്കെ മരണം കൊടുക്കാൻ ഞാൻ പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയൊരു കാര്യം, മരണപ്പെടുന്ന ഒരാൾക്ക് സമൂഹത്തിൽ ഉള്ള സ്ഥാനം എന്താണോ ആ സ്ഥാനം ആ ചരമം കൊടുക്കുന്ന പേജിലും കൊടുക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു സിനിമാ നടനാണ് മരിച്ചിരിക്കുന്നതെങ്കിൽ ആ സിനിമാ നടൻക്ക് സമൂഹത്തിൽ സിനിമാ നടനക്ക് വലിയ പ്രശസ്തി ഉണ്ടെങ്കിൽ അത് ചരമ പേജിലും വളരെ വലിയ പ്രശസ്തി കൊടുക്കണം. പത്രം വായിക്കുന്ന ആളുകളുടെ അറിവ് മാത്രമല്ല, ഇപ്പോൾ പത്രം വായിക്കുന്ന ആളുകളത് സിനിമ കാണാത്തവരാണ്, അതുകൊണ്ട് സിനിമാ നടൻ്റെ പേര് ചെറുതാക്കി കൊടുക്കാമെന്നല്ല കരുതേണ്ടത്. അതേപോലെ ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കം അനുശോചനം അറിയിച്ച വലിയ രാഷ്ട്രീയക്കാർ പോലും അനുശോചനം അറിയിച്ച ഒരു വലിയ പണ്ഡിതനാണ് ഈ ഒരു ഖുറാത്തങ്ങൾ. അപ്പോൾ ആ ഖുറാത്തങ്ങൾ എന്ന് പറയുന്ന ഒരാൾ മരണപ്പെടുമ്പോൾ ഒരു പത്രധർമ്മമാണെന്ത്, അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കൽ. അങ്ങനെ നമ്മളൊരു സ്നേഹത്തിൻ്റെ പാത ഒരുക്കിയാൽ എന്താണ്? ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ സ്നേഹവും സൗഹാർദ്ദവും പരസ്പരം വിട്ടുവീഴ്ചയൊക്കെ പ്രസംഗിക്കുകയും അവനവൻക്ക് കിട്ടുന്നൊരു സ്പേസിൽ അത് നടപ്പിലാക്കാതെ വരികയും ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ആത്മാർത്ഥതയാണുള്ളത്? പരസ്പരം പോരടിക്കുകയാണ്. ഈ പോരടിക്കുന്നതിന് പിന്നിലൊക്കെ ലക്ഷ്യം എന്താണ്? അവനവൻ്റെ സ്ഥാനം, പണം, സ്ഥാനമാനങ്ങൾ. അപ്പം ഇതിലപ്പുറം ഞാൻ പറഞ്ഞല്ലോ, നമുക്കതിൽ AP വിഭാഗമായാലും EK വിഭാഗമായാലും എല്ലാവരോടും ആദരവും സ്നേഹവും ബഹുമാനമേ ഉള്ളൂ. അവരൊക്കെ വളരെ വലിയ മഹത്തുക്കളും പണ്ഡിതന്മാരൊക്കെയാണ്. പിന്നെ ഒരു കൂട്ടരുണ്ട് ഇതിൻ്റെ ഇടയിൽ, ഇനി അങ്ങോട്ട് ഈ കറാമത്തുകൾ പറഞ്ഞിട്ട് ഉള്ളതോ ഇല്ലാതോ എനിക്കറിയില്ല, ഉള്ളതാണെങ്കിൽ കൂടി കറാമത്തുകൾ ഇങ്ങനെ പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് ആ മഹാനെ അധിക്ഷേപിക്കാനിടയാക്കുമ്പോൾ അധിക്ഷേപിക്കുന്നവൻ്റെ ആക്കിപത്ത് അങ്ങോട്ട് പോകും. അപ്പോൾ ഇത്തരം കറാമത്തുകളൊക്കെ സ്വകാര്യതകളാക്കി വെക്കുന്നതാണ് ഭംഗി എന്നുള്ളതാണ് എൻ്റെ ഗുരുനാഥന്മാരെന്ന് ഞാൻ പഠിച്ചത്. പക്ഷേ ഇന്നിതാ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഖുറാത്തങ്ങളുടെ കറാമത്തുകൾ എന്ന് പറഞ്ഞ് നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. അതൊക്കെ സത്യത്തിൽ ഖുറാത്തങ്ങളെ അധിക്ഷേപിക്കാൻ കാരണമായിട്ട് മാറുകയാണ്. ഇപ്പോൾ പലരും ഖുറാത്തങ്ങളെ അധിക്ഷേപിച്ച് വീഡിയോ ഇറക്കാൻ തുടങ്ങി. എവിടെയായിരുന്നു ഇത്രയും കാലം നിങ്ങളുടെ കറാമത്തുകൾ? ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് ഈ കറാമത്ത് ഇല്ലാതെ പോയെന്നുള്ളത്? അപ്പോൾ സത്യം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാന്മാരുടെ കറാമത്തുകളൊക്കെ
വിളിച്ചു പറഞ്ഞ് അതിൽ അവനവൻക്ക് താല്പര്യതൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ആ മഹാനെ സമൂഹ മധ്യത്തിൽ അധിക്ഷേപിക്കാൻ നമ്മൾ ഇട്ടുകൊടുക്കരുത്. ഒരു അദബിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നമ്മുടെ സ്വകാര്യതകളോ അല്ലെങ്കിൽ അത് സ്വകാര്യ ഇടങ്ങളിലോ ആണ് പറയേണ്ടത്. അല്ലാതെ ഇങ്ങനെ പബ്ലിക്കിൽ വിളിച്ചു പറഞ്ഞ് അതൊരു ധനസമ്പാദന മാർഗമാക്കി മാറ്റുന്നത് ശരിയല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു ഖുറാത്തങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രചരണം കണ്ടപ്പോഴാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ പറയേണ്ടി വന്നത്. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.